Hi all. In my last video we have discussed on Alexander Pope and the neoclassical age. Today we are going to discuss Essay on Man episode 1 session 2 in detail. Essay on Man was written in 1733 and 34. It's a philosophical poem. It's a philosophical poem where Alexander Pope tries to vindicate the ways of God to man. And it contains total 4 epistles. The first epistle exploring man in relation to universe, the second man in relation to himself, third man in relation to society, and fourth man in relation to happiness. So the first epistle, man in relation to universe, second one, man in relation to himself, third one to society, and fourth one to happiness. Essay on Man was an attempt to explain the premises of contemporary moral philosophy based on the Newtonian universe of order and regularity. What appears in the natural world as chaotic and mighty gaze is the product of a divine plan which man can fathom through his marvelous mental faculty called reason. അപ്പോൾ ഇത് എസ്സേ ഓൺ മാൻ പോപ്പന് പറയുന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള കാര്യങ്ങളെ ചെയ്തികളെ വിൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. എസ്സേ ഓൺ മാൻ പോപ്പ് എഴുതിയിരിക്കുന്നത് ഇതൊരു ന്യൂട്ടോണിയൻ ഫിലോസഫീനെ അടിസ്ഥാനമാക്കിയിട്ട്, എന്നാൽ ഈ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു മൈറ്റി ഗേസിൻ്റെ ഒരു ഡിവൈൻ പ്ലാനിൻ്റെ ഭാഗമാണ്. മനുഷ്യന്മാർക്കത് ഫുള്ളായിട്ട് മനസ്സിലാവില്ല. നമ്മൾ നമ്മുടെ റീസൺ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പോയത്തിൻ്റെ തീം വരുന്നത്. That we can judge only with regard to our own system, that we are ignorant of the larger scheme of things is a serious limitation to be reckoned with. So we have got that serious limitation because we can think only up to our limits. നമുക്ക് നമ്മുടെ പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു വൈഡ് ക്യാൻവാസ് ആണ്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് ഇതിനെ മനസ്സിലാക്കാനോ ഇൻ്റർപ്രിറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ തീം വരുന്നത്. Essay on Man is an attack on men who fail to follow nature's path and to understand his place in the great chain of being. So, who fails to follow the nature's path and who fails to understand his place in the great chain of being. പോപ്പ് ഈ പോയത്തിൽ പറയുന്നത് ഈ യൂണിവേഴ്സിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്, ഒരു ഡ്യൂട്ടി ഉണ്ട്. ഒന്നും വെറുതെ അല്ല, പക്ഷെ എല്ലാം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലേസ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. The poem asserts the commonly held belief in traditional cosmologies that a divine intelligence exists that is capable of creating only the best of all possible world, and that the hierarchy of all beings is created in gradation, so that each being has its due degree. അപ്പോൾ ഇവിടെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഡിവൈൻ പ്ലാനിൻ്റെ, ഒരു ഡിവൈൻ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ബെസ്റ്റ് സംഭവത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നും ഇതങ്ങനെയല്ലല്ലോ, ഇതിൻ്റെ അത്രയും അത് വരുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇതിൻ്റെ അത്രയും അത് വരാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഇത്രയും ആണ് അതിൻ്റെ ബെസ്റ്റ്, അതിന് അത്രയുമാണ് അതിൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പോയം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പോയം നമുക്ക് നോക്കാം. നമുക്ക് ഇതിന് ഇറ്റ് ഹാസ് ഗോട്ട് എ സബ് ടൈറ്റിൽ. The subtitle of the first epistle of nature and the state of man with respect to the universe. And this session deals with man's place in the cosmos or the world creation. അപ്പോൾ ഈ ഒരു വേൾഡ് ക്രിയേഷനിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ പ്ലേസ് എവിടെയാണ് എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, Pope asserts that to justify God's ways to man must necessarily to be justified.
ഹിസ് വേസ് ഇൻ റിലേഷൻ ടു ഓൾ അതർ തിങ്സ്. അപ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വേസിനെ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ, അതിനെ സാധൂകരിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യായീകരിക്കുമ്പോൾ അത് എന്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് വേണം ദൈവത്തിന് ബാക്കി എല്ലാ ജീവജാലങ്ങളോടുള്ള ആ ഒരു പ്ലേസിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, God rules over the whole universe and no special favorites neither man nor any other creature. അപ്പോൾ ദൈവം ഇതിനെല്ലാത്തിനും അധിപനായിട്ടുള്ളതാണ്. ദൈവത്തിന് അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയാനൊന്നുമില്ല. മനുഷ്യന്മാരും ഇല്ല, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ചരാചരങ്ങളിൽ പെട്ടതും ഇല്ല. By its nature and its order of existence, the universe is an order of strong connections and dependency. ഇതിന് ഒരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിയിലാണ് ഇതിങ്ങനെ പോകുന്നത്. ഇതൊരു ചെയിനാണ്. ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒന്നിന് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓർഡറുകളും കാര്യങ്ങളും ഉണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. ദി കോസ്മിക് ഓർഡർ ഈസ് എ ഹൈറാർക്കി ഓഫ് ഓൾ ദി creatures. All of God's creations do have their place. Man's place is in the chain is below the angels but above the birds and beasts. Any deviation from this order would result in cosmic chaos. അപ്പോൾ അതാണ് പറയുന്നത്. ഇവിടെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്. മനുഷ്യൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ഏഞ്ചൽസിൻ്റെ പ്ലേസിൻ്റെ തൊട്ട് താഴെയാണ്. പക്ഷെ അതെന്തിൻ്റെ മുകളിലാണ്? ഈ ബാക്കിയുള്ള ബേർഡ്സിൻ്റെ വേറെ ജീവജാലങ്ങളുടെ ഒക്കെ മുകളിലാണ് മനുഷ്യൻ്റെ പ്ലേസ് എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ, ഇതിലെന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടായാൽ അതൊരു കോസ്മിക് കയോസിൽ, ഒരു ടോട്ടൽ കയോസിലാണ് കലാശിക്കുക. അതായത് ആകെ എല്ലാം തകിടം മറിയും. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. മനുഷ്യൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്, വേറെ ജീവികളുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതിനപ്പുറത്തുള്ള ഒരു ഡിവൈൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദൈവം എന്നല്ല, ഒരു ഡിവൈൻ ഫോഴ്സ്. ദി പോയറ്റ് കോൾസ് മാൻ ആസ് പ്രിസംപ്റ്റസ്. അങ്ങനെയാണ് ഈ പോയത്തിൽ നമുക്ക് ഈ ടെക്സ്റ്റിലുള്ള ഭാഗം തുടങ്ങുന്നത് തന്നെ. ഹി കോൾസ് മാൻ ആസ് പ്രിസംപ്റ്റസ് ആസ് ഹി ടേക്സ് ഹിസ് പ്ലേസ് ഫോർ ഗ്രാൻറ്റഡ് ആൻഡ് ട്രൈസ് ടു ഓവർ പവർ എവർ അതർ ക്രിയേഷൻ. ഹി ഈസ് ട്രൈങ് ടു ഓവർ പവർ എവർ അതർ ക്രിയേഷൻ. The universe is so coherently ordered that there is no scope for overriding anything or anyone. Pope says that man is as perfect as he ought to be. അപ്പോൾ അതാണ്, നമ്മൾ ഒന്നിനെയും ഓവർ പവർ ചെയ്യാൻ പാടില്ല. കാരണം ഓരോന്നും അതിൻ്റേതായ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മാൻ പെർഫെക്റ്റ് ആണ്. മാൻ എങ്ങനെയാണോ പെർഫെക്റ്റ് ആവേണ്ടത് അതുപോലെ മാൻ പെർഫെക്റ്റ് ആണ്. മനുഷ്യൻ എങ്ങനെയാണോ പെർഫെക്റ്റ് ആവേണ്ടത് അതുപോലെ മനുഷ്യൻ പെർഫെക്റ്റ് ആണ്. Man is perfect as he ought to be. There is no point in debating over why man is not stronger, blinder or different. അങ്ങനെയൊന്നും നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതിൽ, ഡിബേറ്റ് ചെയ്യുന്നതിൽ ഒരു പോയിൻറ്റും ഇല്ല. ദർ ഈസ് എ കോസ്മിക് റീസൺ വൈ ഓക്സ് ആർ സ്ട്രോങ് ആൻഡ് വീറ്റ്സ് ആർ സ്മോൾ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കോസ്മിക് റീസൺ ഉണ്ട്. ഓക്ക് സ്ട്രോങ് ആവുന്നതും വീറ്റ്സ് സ്മോൾ ആവുന്നതും അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഒരു ലോ ആണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. The Creator's infinite wisdom has deemed every creature to be in certain way. Okay? And man often fails to see himself as part of the whole cosmic creation. Every creation of God has been created for a reason. This reason can be questioned but not negated. This reason can be questioned but not negated. The proud steed and the dull ox know they are entitled only to what they are capable of. അവർക്കറിയാം അവർക്ക് എന്താണ് പറ്റുന്നത് എന്നുള്ളത് അവർക്ക് അറിയാം. എന്തിന്? ഈ സ്റ്റീഡിനും ഓക്സിനും ഒക്കെ അറിയാം. Everything happens according to God's plan, even though man may not be able to comprehend it. എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. മനുഷ്യന്മാർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്കത് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ പ്ലാൻ കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണ്? നമ്മൾ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റീസണിങ് പവർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. Man's
time on earth and his presence in the universe is just a minuscule one when compared to the infinite wisdom of the creator who made this cosmic order. അപ്പം നമ്മളെ തന്നെ വലിയൊരു ഇതായിട്ട് ചിന്തിക്കുമ്പോൾ അത് വോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ കോസ്മിക് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വളരെ നിസ്സാരരാണ്. There is no established concept of perfection. There is no established concept of perfection. It's a relative idea. Perfection is a relative idea. Pope believed in a universal and unchanging order in the world. Everything has its place for him in a vast chain of being. അപ്പോൾ എല്ലാത്തിനും ഈ വാസ്റ്റ് ചെയിൻ ഓഫ് ബീയിങ്ങിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അതാണ് പോപ്പിൻ്റെ ഒരു ഒപ്പീനിയൻ. Man should not wish for all the wisdom of God. A central theme of the poem is that the universe has an order to it created by God. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിന് ഒരു ഓർഡർ ഉണ്ട്, ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ആസ് പാർട്ട് ഓഫ് ദാറ്റ് ഓർഡർ ഓൾ ഗോഡ്സ് ക്രിയേച്ചർ ആർ പുട്ട് ഓൺ എർത്ത് ഫോർ എ പേർപ്പസ്. ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് എല്ലാ ജീവജാലങ്ങളെയും ദൈവം ഈ ഭൂമിയിൽ, മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് പ്ലാനിനനുസരിച്ചിട്ടാണ്. മാൻ മേ നോട്ട് ഓൾവേസ് ബി ഏബിൾ ടു സീ ദി ഓർഡർ ബിക്കോസ് ഓൺലി ഗോഡ് ട്രൂലി അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്. അതാണ്, ഗോഡിനാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ, മനുഷ്യന്മാർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവില്ല എന്നാണ് പോപ്പ് പറയുന്നത്. പിന്നെ ഈ ഒരു പോയത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹീറോയിക് കപ്ലറ്റിൻ്റെ കാര്യം ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. അലക്സാണ്ടർ പോപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനിൽ ഐ വിൽ അഗെയിൻ സ്ട്രെസ് ഓൺ ഹീറോയിക് കപ്ലറ്റ്. ദി പോയം ഈസ് റിട്ടൺ ഓൺ ഹീറോയിക് കപ്ലറ്റ് ആൻഡ് ഹീറോയിക് കപ്ലറ്റ് ഈസ് എ പോയറ്റിക് ഫോം ഇൻ വിച്ച് 2 lines written in iambic pentameter end with perfect rhymes. Okay, the poem demonstrates a masterful use of the heroic couplet, and some of the most quoted lines from Pope's works actually appear in this poem. For example, the quotation, "Hope springs eternal in human breast. Man ever is, but always to be blessed." അങ്ങനെയുള്ള കുറേ കൊട്ടേഷൻസ് ഒക്കെ വരുന്ന ഒരു പോയാണ്. ഇതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്, മനുഷ്യന്മാർക്കും അതിൻ്റേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്. എന്തുകൊണ്ട് ഒന്ന് മറ്റൊന്നിന് ഈക്വൽ ആയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതിൻ്റേതായ രീതിയിൽ അത് പെർഫെക്റ്റ് ആണ്. നമ്മൾ നമ്മളുടേതായ രീതിയിൽ പെർഫെക്റ്റ് ആണ്, വേറെ ജീവജാലങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പെർഫെക്റ്റ് ആണ്. ഇതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ നമ്മൾ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ടോട്ടൽ കയോസിലാണ് ചെന്ന് അവസാനിക്കുക. അതുകൊണ്ട് ഗോഡിൻ്റെ പ്ലാൻ കുറച്ചും കൂടി വലുതാണ്. നമ്മുടെ സിമ്പിൾ റീസണിങ് പവർ കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. That's all about the poem Essay on Man, Epistle 1, Session 2. Thank you all.